സ്ഥാനാർത്ഥി VS ജോയിയാണ്. വികസന വിഹായസിലേക്ക് കുതിക്കുവാൻ സാധ്യതകളേറെയുള്ള മണ്ണ് അപകടനയുടെ കരിമ്പടക്കെട്ടിൽ പൊടിഞ്ഞ വികസനം അതിരൂക്ഷമായ കുടിവെള്ള ക്ഷാമമാണ് ഈ കൊടുപേരിൽ ചുട്ടുകൊള്ളുന്ന പേര്. കുടിക്കുവാൻ വെള്ളമില്ലാതെ അമ്മമാരും ഉമ്മമാരും കുടവുമായി കൈക്കുഞ്ഞുങ്ങളെയും കയ്യിലെടുത്തുകൊണ്ട് ക്യൂ നിൽക്കേണ്ടുന്നൊരു സാഹചര്യം ഈ തവനൂർ മണ്ഡലത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും കാണുക. കുടിക്കുവാൻ വെള്ളമില്ല. ഭാരതപ്പുഴയുടെ സാന്നിധ്യമുണ്ട്. പുഴകളാലും നദികളാലും വലയം ചെയ്യപ്പെട്ടൊരു മണ്ഡലമാണ്, ഒരു മണ്ണാണ് തവനൂർ. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല. ചമ്രപറ്റം റെഗുലേറ്റർ കമ്പടിച്ച് ചോർന്നൊരുക്കിയ കോടികളുടെ അഴിമതി നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഈ കുടിവെള്ള ക്ഷാമമുള്ളത്. ആ പ്രശ്നത്തിന് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കും എന്നതാണ് ഞങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പ്. സ്നേഹപാത പോലെയുള്ള കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുള്ള പാർക്കുകൾ ഇന്ന് ഉപയോഗശൂന്യമായി കാട് പിടിച്ച് മൂടിക്കിടക്കുക. തവനൂർ വികസനപരമായി വലിയ പിന്നോക്കാവസ്ഥയുള്ള സ്ഥലമാണ്. കേരളത്തിൽ 140 നിയോജകമണ്ഡലത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത ഏക നിയോജകമണ്ഡലം തവനൂരാണ്. ഒരു ഫയർ സ്റ്റേഷൻ ഇല്ലാത്ത നിയോജകമണ്ഡലമാണ്. ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത നിയോജകമണ്ഡലമാണ്. കുട്ടികൾക്ക് കളിച്ചു വളരാൻ നല്ല സ്റ്റേഡിയങ്ങളില്ല, കളിക്കളങ്ങളില്ല. കേരളത്തിൽ 1ാം സ്ഥാനം മികവിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും 1ാം സ്ഥാനം കായിക മേഡൽ ലഭിക്കുന്നത് മലപ്പുറം ജില്ലയ്ക്കാണ്. ഈ തവനൂരിലെ ഐഡിയൽ സ്കൂളാണ്. അത്രയേറെ കായിക പ്രതിഭകളുള്ള വിദ്യാലയമാണ്. പക്ഷേ കുട്ടികളുണ്ട് സ്ഥലമാണ്. പക്ഷേ കളിച്ചു വളരാൻ നല്ല ഒരു കളിക്കളങ്ങളില്ല. നമ്മുടെ ഈ കടലോര പ്രദേശങ്ങളിലൊക്കെ ചെറുപ്പക്കാർ, നല്ല കളിമികളുള്ള ചെറുപ്പക്കാരുണ്ട്. അവർക്കൊക്കെ കോച്ചിങ് ട്രെയിനിങ് കൊടുത്ത് സ്ഥാപനങ്ങളില്ല. അതുകൊണ്ട് ഇവിടെ ഒരു മാറ്റം ഉണ്ടാകും. ആ മാറ്റത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നമ്മുടെ പ്രിയങ്കരനായ തവനൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS ജോയി അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിക്കൊണ്ട് വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പാണ്. MLA കാണാൻ ഇനി ആരും വളാഞ്ചേരിയിലേക്ക് വണ്ടി കയറേണ്ടി വരില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുമുറ്റത്തിൽ MLA ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് ഈ നാട്ടിൽ.